الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا جاء أحدهم الموت قال رب ارجعوني لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. رب اشرح لي صدري ويسر لي واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരമകാരുണ്യകനും കരുണാവാരിധിയും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതങ്ങളെ കൃത്യമായി വ്യക്തമായി അറിയുകയും ചെയ്യുന്ന അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുവാൻ അതിയായി ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ എല്ലാ മേഖലകളിലും പടച്ച റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന അവന്റെ ഇഷ്ടദാസീദാസന്മാരെ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നാളെ പിറക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മുടെ ചുമരുകളിൽ തൂക്കിയിരിക്കുന്ന കലണ്ടറുകൾ മാറുകയാണ്. പലരും വളരെ ആശ്ചര്യത്തോടെ പറയുന്നു, എത്ര വേഗത്തിലാണ് ഒരു വർഷം കടന്നുപോയത്. ഇത്തരത്തിൽ പറയാത്തവർ വളരെ വിരളമാണ്. ഒരു വർഷം അതിവേഗതയിൽ
നമ്മിൽ നിന്നും കൊഴിഞ്ഞു പോയിരിക്കുന്നു. ഇവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴി അതിന് പ്രസക്തിയേറുന്നു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഖൂമു സ്സാഅ ഹത്താ യതഖാറബ അസ്സമാൻ. അന്ത്യദിനം സംഭവിക്കുകയില്ല. ഏതുവരെ? കാലങ്ങൾ പരസ്പരം അടുക്കുന്നതുവരെ. കാലം പരസ്പരം അടുക്കുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഫതകൂന സനതു കശഹർ. അഥവാ അപ്പോൾ വർഷം ഒരു മാസത്തെ പോലെ ആയിത്തീരും. ഫതകൂന സനതു കശഹർ. വർഷം ഒരു മാസത്തെ പോലെ ആയിത്തീരും. അതിവേഗതയിൽ കടന്നു പോകും. വയകൂന അശ്ശഹ്ർ കൽജുംഅ. മാസമാവട്ടെ അത് ഒരാഴ്ചയെ പോലെ ആയിത്തീരും. വതകൂനു ജുംഅ കൽയൗം. ആഴ്ച അതൊരു ദിവസത്തെ പോലെ ആയിത്തീരും. വയകൂനു യൗമ കസ്സാഅ. ദിവസമാവട്ടെ അതൊരു മണിക്കൂർ പോലെയാകും. അത്രയും വേഗത്തിൽ കടന്നു പോകുന്നു. മണിക്കൂർ അതൊരു പനമ്പട്ട കത്തിത്തീരുന്ന അത്രയും വേഗതയിലായിട്ട്. സുബ്ഹാനല്ലാഹ്, എന്തു മനോഹരമായിട്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നത്. സഹോദരങ്ങളെ, എത്ര ശരിയാണ് ഇല്ലേ? എത്ര യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞത്. സമയം വല്ലാത്ത വേഗതയിലാണ് എന്നെല്ലാവരും പറയുന്നു. എന്നാൽ ആ മാസങ്ങളുടെ അല്ലെങ്കിൽ വർഷങ്ങളുടെ ദിവസങ്ങളുടെ വേഗതയെ കുറിച്ച് നാം തോടാതെ സംസാരിക്കുമ്പോൾ നമ്മിൽ എത്ര പേർ ആ സമയത്തെ ഉപയോഗപ്രദമാക്കി തീർക്കാൻ ശ്രമിക്കുന്നവരുണ്ട്? അതാണ് നാം ആലോചിക്കേണ്ടത്. നാം പറയുന്നു വളരെ വേഗത്തിൽ വർഷവും മാസവുമെല്ലാം കടന്നു പോകുന്നു. എന്നാൽ വേഗതയിൽ നമ്മിൽ നിന്നും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളോട് മത്സരിക്കാൻ നമുക്കാവാറുണ്ടോ? നാം പരിശ്രമിക്കാറുണ്ടോ? എങ്ങനെയാണ് മത്സരിക്കേണ്ടത്? എങ്ങനെയാണ് മത്സരിക്കേണ്ടത്? പ്രിയമുള്ളവരെ, വലിയ വലിയ ബിസിനസ്സുകൾ ചെയ്ത് അല്ലെങ്കിൽ വളരെ കൂടുതലായി വലിയ വലിയ സൗകര്യങ്ങളെല്ലാം ഒരുക്കി അങ്ങനെ മത്സരിക്കുക എന്നതാണ് ജീവിത സൗകര്യങ്ങൾ അല്ല. ഇവിടെ ഉദ്ദേശിച്ച മത്സരം നമ്മിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന ദിവസങ്ങളോട്, സമയങ്ങളോട് ആത്മാർത്ഥമായി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മത്സരിക്കാൻ നമുക്ക് സാധിക്കും. നോക്കൂ നിങ്ങൾ, മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുന്നു, ഇബ്നു ആദം, അല്ലയോ മനുഷ്യ, അന യൗമുൻ ജദീദ്. മനുഷ്യ, ഞാൻ നിന്നിലേക്കുള്ള പുതിയ ദിവസമാണ് കേട്ടോ. ഓരോ ദിവസവും മനുഷ്യനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്, ഏ മനുഷ്യ, അന യൗമുൻ ജദീദ്, ഞാൻ നിന്നിലേക്കുള്ള പുതിയ ദിവസമാണ് കേട്ടോ. വഅമലിക ശഹീദ്, ഞാൻ നിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം സാക്ഷിയാണ് കേട്ടോ. നിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും, നന്മയാവട്ടെ തിന്മയാവട്ടെ, നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും ഞാൻ സാക്ഷിയുണ്ട്. അതുകൊണ്ട് പരമാവധി നീ എന്നെ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. കാരണം ഇല്ല, ഞാൻ ഒരിക്കലും അന്ത്യനാൾ വരെ നിന്നിലേക്ക് മടങ്ങി വരുന്നവരല്ല. അന്ത്യനാൾ വരെ ഇനിയിപ്പോ ഈ ദിവസം കഴിഞ്ഞാൽ ആ ദിവസം, ഇതേ ഡേറ്റിലുള്ള ഇതേ ദിവസം ഇനി നമ്മിലേക്കില്ല. അത് കഴിഞ്ഞു പോയി. ഈ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ
ഈ വർഷം ഈ ഡേറ്റിലുള്ള വെള്ളിയാഴ്ച കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ ദിവസം നമ്മോട് ഉണർത്തിക്കൊണ്ട് കടന്നു പോകുന്നു. അതിനാൽ പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളോട് നമുക്ക് മത്സരിക്കാൻ സാധിക്കണം. നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാനുള്ള മാർഗം സ്വീകരിക്കണം. ഇങ്ങനെ കടന്നു പോകുന്ന, കൊഴിഞ്ഞു പോകുന്ന ഓരോ ദിവസങ്ങൾ ചേർന്നാണ് 364 ദിവസങ്ങൾ ചേരുമ്പോൾ ഒരു വർഷമായി അത് മാറുന്നു. നമുക്ക് അല്ലാഹു നിശ്ചയിച്ച ആയുസ്സിൽ നിന്ന് ഒന്ന് തീർന്നു പോകുന്നു. ഇപ്പൊ ഇതാ ഇന്നത്തോടുകൂടി 2021 അവസാനിക്കുകയാണ്. നാളെ പുതിയ വർഷമാണ്. 2022 നാം കടക്കുന്നത്. സഹോദരങ്ങളെ, ചിന്തിക്കുക. കഴിഞ്ഞുപോയ ദിവസങ്ങൾ നമുക്ക് നഷ്ടമാണോ അതോ ലാഭകരമാണോ? നോക്കൂ നിങ്ങൾ, ഭൗതിക വിഷയങ്ങളിലെല്ലാം മനുഷ്യൻ അപ്രകാരമാണ്. ഒരു കച്ചവടത്തിൽ ഏർപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ, ആ ബിസിനസ്സുകാരൻ അപ്രകാരമാണ്. അവൻ ഓരോ മാസവും അല്ലെങ്കിൽ വർഷവും ഒരു കണക്കെടുപ്പ് നടത്തും. അവന്റെ ഈ വർഷത്തെ കച്ചവടം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ മാസത്തിലെ കച്ചവടം എപ്രകാരമായിരുന്നു, എനിക്ക് ലാഭമാണോ ഉണ്ടാക്കിയത്, നഷ്ടമാണോ ഉണ്ടാക്കിയത്, അതിലെ പിഴവുകൾ കണ്ടെത്തി അവൻ അത് തിരുത്താൻ ശ്രമിക്കും. കൂടുതൽ കൂടുതൽ മുതൽ മുടക്കി ആ ബിസിനസ്സിനെ അവൻ മെച്ചപ്പെടുത്താൻ, പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരു കൃഷിക്കാരൻ എങ്ങനെയാണ്? ആ കൃഷിക്കാരൻ അദ്ദേഹത്തിന്റെ കൃഷിയുടെ അതിന്റെ പുറകിലായിരിക്കാം, വിളവിന്റെ പുറകിലായിരിക്കും സദാസമയവും കഴിച്ചുകൂട്ടുക. സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട്, എന്നിട്ട് ആ കഴിഞ്ഞുപോയ വർഷത്തിൽ തനിക്ക് ലഭിച്ച ലാഭനഷ്ടങ്ങളെ കുറിച്ച് അവൻ ചിന്തിച്ചുകൊണ്ട് അതിന്റെ പോരായ്മകളെ പരിഹരിക്കാൻ ശ്രമിക്കും. അല്ലേ? അതെ, അതാണ് മനുഷ്യന്റെ ഒരു സ്വഭാവം. എന്നാൽ മനുഷ്യന്റെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ അവന് സംഭവിച്ചു പോയ പരാജയങ്ങളെ കുറിച്ച് അളക്കുവാൻ, പരിശോധിക്കുവാൻ നാം തയ്യാറുണ്ടോ? ഒരു കൊല്ലം, ഒരു വർഷം നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഈ 2021 എനിക്ക് എന്തെല്ലാം നന്മകൾ വാരിക്കൂട്ടാൻ സാധിച്ചു, എന്റെ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ ആ റബ്ബിനരികിൽ എനിക്ക് വിജയിക്കാനായി ഞാൻ കരുതി വെച്ചത് എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിക്കാൻ, ഒരു കണക്കെടുപ്പ് നടത്താൻ നമ്മിൽ എത്ര പേർ തയ്യാറുണ്ട് സഹോദരങ്ങൾ? മരണാനന്തര ജീവിതത്തിന്റെ കാര്യത്തിൽ നാം ഒരു വിലയിരുത്തൽ നടത്താറില്ല എന്ന് ചുരുക്കം. പ്രിയമുള്ളവരെ, നാം അറിയുക, നാം ഒരു യാത്രാ സംഘമാണ്. ഈ യാത്ര എവിടെ വെച്ചും അവസാനിച്ചു പോയേക്കാം. നോക്കൂ നിങ്ങൾ, ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരു താബിഈ പണ്ഡിതനാണ്. ഒരിക്കൽ അദ്ദേഹത്തിനരികിൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് കടന്നു വരുന്നു. അങ്ങനെ സുഹൃത്ത് കടന്നു വന്നപ്പോൾ ആ സുഹൃത്തിനോട് അദ്ദേഹം ചോദിച്ചു, കം ഉമറുക വഅൻത അഖി, സഹോദര, നിനക്ക് എത്ര വയസ്സായി, നിനക്ക് എത്ര വയസ്സായി എന്ന് അദ്ദേഹത്തോട് ചോദിക്കും. കം അതാ അലൈക, നിനക്ക് എത്ര വയസ്സായി, എത്ര സൂര്യോദയങ്ങൾ നീ കണ്ടു എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, 60 സന, എനിക്ക് 60 വയസ്സായി, 60 വയസ്സുള്ള ആളാണ് ഞാൻ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, യസീറു ഇലാ റബ്ബിഹി മുൻസ് 60 സന യൂസിഖു അൻ യസ്ല, 60 വർഷമായിട്ട് നീ നിന്റെ രക്ഷിതാവിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 60 വർഷമായി നീ നിന്റെ രക്ഷിതാവിലേക്ക് യാത്രയിലാണ്. ഇതാ അവിടെ എത്തിച്ചേരാൻ ആയിരിക്കുന്നു, എത്തിച്ചേരാനായിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇസ്തർജിഅ് പറയണത്,
അപ്പൊ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ചോദിച്ചു, അതഅരിഫു തഫ്സീറ, താങ്കൾ ആ പറഞ്ഞതിന്റെ സാരം, അതിന്റെ വിശദീകരണം താങ്കൾക്കറിയുമോ? താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്നിട്ട് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് വിശദീകരിച്ചു കൊടുത്തു, ലൗ അലിംത അന്നക അബ്ദുല്ലാഹ് ലഅലിംത അന്നക ഇലൈഹി റാജി. നീ നിന്റെ റബ്ബിന്റെ അടിമയാണ് എന്ന ബോധം നിനക്കുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവൻ അവന്റെ രക്ഷിതാവിലേക്ക് മടങ്ങുമെന്നുള്ള ബോധമുണ്ടാകും. ലൗ അലിംത അന്നക റാജിഅ ലഅലിംത അന്നക മൗഖൂഫ്. റബ്ബിലേക്ക് മടക്കമുണ്ട് എന്ന് അറിയുന്നവൻ, മനസ്സിലാക്കിയവൻ, അവനറിയാം ഒരു എഞ്ചിനൊരു നിൽക്കാനൊരു സാധ്യതയുണ്ട്, ഒരു സ്റ്റോപ്പ് ഉണ്ട്. ഈ എഞ്ചിൻ നിന്നുപോകും. അങ്ങനെ നിന്നുപോയാൽ ഒരു സ്റ്റോപ്പ് ഉണ്ട് എന്ന് അവരറിയണം. അങ്ങനെ അറിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. അഥവാ ആ എഞ്ചിൻ നിലച്ചു പോയാൽ, അതിന്റെ ചലനം അവസാനിച്ചാൽ പിന്നെ അത് മുന്നോട്ട് പോകില്ല. വമൻ അലിമ അന്നഹു മൗഖൂഫ് ഫൽയഅലം അന്നഹു മസ്ഊൽ. അങ്ങനെ ഒരു സ്റ്റോപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയവൻ, അവൻ അറിയും എന്ത് ചോദ്യമുണ്ടാകുമെന്ന്. അവനോട് ഒരു ചോദ്യവേളയെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നറിവുണ്ടാവും. അന്നഹു മസ്ഊൽ, ഒരു ചോദ്യവേളയെ അവൻ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. വലൗ അലിംത അന്നക മസ്ഊൽ ഫൽയുഅ്തഹ് ലിസുആലി ജവാബ്. അങ്ങനെ ചോദ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അവൻ അതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടേ? അതെ, അവൻ അതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇത് കേട്ടപ്പോൾ വളരെ ആശ്ചര്യത്തോടു കൂടി ആ സുഹൃത്ത് തിരിച്ചു ചോദിച്ചു ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളാഹിയോട്, ഫമൽ ഹീല, ഫുദൈൽ, എന്തുണ്ട് അതിന് മാർഗം? എന്തുണ്ട് അതിന് മാർഗം? അദ്ദേഹം പറഞ്ഞു, യസീറ, വളരെ എളുപ്പമാണ് മാർഗം. ഹീലത്ത് യസീറ, വളരെ എളുപ്പമാണ് മാർഗം, വഴി വളരെ എളുപ്പമാണ്. നമ്മൾ എങ്ങനെ കരുതാൻ? പടച്ച റബ്ബിനുള്ള ചോദ്യത്തിന് മുന്നിൽ വളരെ ഞെരുക്കമാണ്, പ്രയാസമാണ് എന്ന്. എന്നാൽ അദ്ദേഹം പഠിപ്പിക്കണത് വളരെ എളുപ്പമാണ്, നിസ്സാരമാണ് കാര്യം. അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയാൻ വളരെ എളുപ്പമാണ്. അദ്ദേഹം പറഞ്ഞു, തഹ്സിനു ഫീമാ ബഖിയ യഗ്ഫിറു ലക മാ മദ. നീ നിന്റെ ശിഷ്ട ജീവിതത്തെ നന്നാക്കുക. അങ്ങനെ നിന്റെ ശിഷ്ട ജീവിതത്തെ നീ നന്നാക്കിയാൽ നിന്റെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അള്ളാഹു പൊറുത്തു തരും നിനക്ക്. എത്ര കാരുണ്യവാനാ സഹോദരങ്ങളെ നമ്മുടെ റബ്ബ്. ആലോചിക്കും, എത്ര കാരുണ്യവാനാ. ബാക്കിയുള്ള ജീവിതം നന്നാക്കിയാലേ കഴിഞ്ഞ എല്ലാ പാപങ്ങളും ആ റബ്ബ് പൊറുക്കുമെന്ന്. ആ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ചൊന്ന് ചിന്തിക്കണേ. എത്രമാത്രം കരുണയുള്ളവനാണ് ആ റബ്ബ്. നീ നിന്റെ ശിഷ്ട ജീവിതത്തെ നന്നാക്കിയാൽ നിന്റെ മുൻകഴിഞ്ഞു പോയ സർവ്വ പാപങ്ങളെയും അല്ലാഹു പുറത്തു തരും. ഇനിയുള്ള ജീവിതം നന്നാക്കുക. എന്നാൽ അതിന് നീ ഒരുക്കമല്ല എങ്കിൽ, വമൻ അസാഅ ഫീമാ ബഖിയ, ആരെങ്കിലും അവന്റെ ബാക്കിയുള്ള കാലവും ജീവിതവും ദുഷ്കരമാക്കിയാൽ, അഥവാ ദുഷിച്ചു കളഞ്ഞാൽ, മോശമാക്കിയാൽ, വഅഖദ ബിമാ മദാ വബിമാ ബഖാ, അതുമൂലം അവന്റെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായിട്ടുള്ള പാപങ്ങളാൽ അവനെ പിടിക്കപ്പെടും. അവന്റെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്ന തെറ്റുകളാൽ അവനെ പിടിക്കപ്പെടും. അതിനാൽ നിന്റെ ജീവിതത്തെ നീ നന്നാക്കുക. അങ്ങനെ ഒരു ഹുസ്നുൽ ഖാത്തിമയിലേക്ക് വരണം. വൽ അഅമാലു ബിഖാത്തിം ഖവാത്തിം.
അതിനാൽ നിന്റെ കർമ്മങ്ങളെ നീ നന്നാക്കിക്കോ. പ്രിയമുള്ളവരെ, നാം നമ്മോട് ചോദിക്കണം, അറിയുക, നാം പിന്നിട്ടിട്ടുള്ള നമ്മുടെ ആയുസ്സിലെ, കഴിഞ്ഞുപോയ നമ്മുടെ ആയുസ്സിൽ നാം പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് ഇനിയുള്ള എന്റെ ജീവിതം, ശേഷിക്കുന്ന എന്റെ ജീവിതം ഞാൻ നന്നാക്കും. അങ്ങനെ എന്റെ റബ്ബിന്റെ തൃപ്തി ഞാൻ കരസ്ഥമാക്കും. എന്റെ റബ്ബിന്റെ ഹുബ്ബ്, അവന്റെ ഇഷ്ടം, അവന്റെ പ്രീതി ഞാൻ നേടിയെടുക്കും എന്നാഗ്രഹിക്കുന്നവർ, കൊതിക്കുന്നവർ ഉണ്ടോ പ്രിയമുള്ളവരെ? അങ്ങനെ നന്നാക്കിയാൽ ഹുസ്നുൽ ഖാത്തിമ ലഭിക്കും. നമുക്ക് നമ്മുടെ അവസാനം നന്നാവും, അന്ത്യം നന്നാവും. അന്ത്യം നന്നാവാൻ പ്രാർത്ഥിക്കണം മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ. അതിനാൽ സഹോദരങ്ങളെ, നാം അറിയുക, നമ്മുടെ ഈ യാത്രക്കിടയിൽ എവിടെയോ വെച്ച് നമ്മുടെ എഞ്ചിൻ നിലച്ചു പോയാൽ പിന്നീട് ഒരിക്കലും മുന്നോട്ട് നീങ്ങുക സാധ്യമേ അല്ല നമുക്ക്. ആ സമയത്ത് അല്ലാഹുവിനോട് കെഞ്ചിയിട്ട് കാര്യമില്ല. നഷ്ടപ്പെട്ട ദിനരാത്രങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് തേങ്ങിയിട്ട് കാര്യമില്ല, ഏങ്ങലടിച്ചിട്ട് കാര്യമില്ല. റബ്ബേ, എന്നെ ഒന്ന് മടക്കി തരണമേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ മുഅ്മിനൂൻ 99-100 വചനങ്ങളിലൂടെ അല്ലാഹു പറഞ്ഞു, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, ഇതാ ഒരുവന് സമയമായി കഴിഞ്ഞാൽ, മരണവാസന്നമായി കഴിഞ്ഞാൽ, ഖാല റബ്ബി ഇർജിഊൻ, റബ്ബേ ഒന്ന് മടക്കി തന്നെ, എന്നെ ഒന്ന് തിരിച്ചുവിടണേ എന്ന് പറയും. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ വീഴ്ച വരുത്തിയ, ഉപേക്ഷ വരുത്തിയ എല്ലാ സൽക്കർമ്മങ്ങളും ഞാൻ ചെയ്തു കൊള്ളാം. അതുകൊണ്ട് പടച്ച റബ്ബേ, എന്നെ ഒന്ന് ഭിന്നിപ്പിക്കണേ, എന്നെ ഒന്ന് തിരിച്ചുവിടണേ എന്ന് പറയും. അപ്പോൾ റബ്ബ് പറയുന്ന ഒരു മറുപടിയുണ്ട്, കല്ലാ ഇന്നകാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഇല്ല കേട്ടോ, ഇല്ല, അതവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു വെറും വാക്ക് മാത്രമാണ്. അതിങ്ങനെ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതൊരു വെറും വാക്കാണ്. മനസ്സിലായില്ല? അതിനാൽ പ്രിയമുള്ളവരെ, ആ കൂട്ടത്തിൽ നാം ഓരോരുത്തരും വിട്ടുപോകാതിരിക്കാൻ പരിശ്രമിക്കുക. ജീവിതകാലം, ഇനിയുള്ള കാലമെങ്കിലും ഈ കുത്തുവ ശ്രമിക്കുന്നത് മുതൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തെ മലീമസമാക്കുകയില്ല. എന്റെ ജീവിതത്തെ ഒരിക്കലും ഞാൻ നശിപ്പിച്ചു കളയുകയില്ല. എന്റെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ ചെന്നു നിൽക്കേണ്ടവരാണെന്ന ചിന്തയോടെ സൽക്കർമ്മങ്ങളിൽ ഞാൻ മുഴുകി ജീവിക്കും എന്നൊരു കരാർ, എന്നൊരു തീരുമാനമെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങൾ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യന്റെ ഫിലോസഫി അനുസരിച്ച് എല്ലാ പുതിയതിനോടും മനുഷ്യനൊരു പ്രത്യേക തരം ആസ്വാദനമാണ്. ഏത് കാര്യങ്ങളെടുത്തോ, മനുഷ്യ ജീവിതത്തിലെ ഏതേതോ കാര്യങ്ങളെ നാം പരിശോധിക്കുമ്പോഴും പുതിയതിനോട് ഒരു പ്രത്യേക ആസ്വാദന സുഖം കണ്ടെത്തുന്നവനാണ് മനുഷ്യൻ. എന്നാൽ ഒന്നിനോട് മാത്രം, ഒന്നിനോടൊഴികെ, അതെന്താ? മരണമാണ്. പുതിയ അതിഥി, മരണമാകുന്ന പുതിയ അതിഥി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ നമുക്കൊരു ആസ്വാദനവും ഉണ്ടാവുകയില്ല. ഒരു അറബി കവി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഹുദൈഫ് എന്നാണ്. അദ്ദേഹം മരണാസന്നനായപ്പോൾ 2 വരി കവിതകൾ ചൊല്ലുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ലികുല്ലി ജദീദിൻ ലദ്ദത്തുൻ ഗൈറ അന്നനി വജദ്ദത്
ജദീദൽ മൗതി ഗൈറ ലദീദ്. എനിക്കെല്ലാ പുതിയതും ഒരു ആസ്വാദനമുണ്ടായി. എല്ലാ പുതിയതിനും ഒരു ആസ്വാദനമുണ്ടായി. എന്നാൽ മരണം എനിക്ക് ആസ്വാദനം നൽകുന്നില്ല. അദ്ദേഹത്തിന്റെ മരണരംഗത്ത് അദ്ദേഹം ചൊല്ലിയ കവിതയാണ്. പ്രിയമുള്ളവരെ, മരണം വല്ലാത്തൊരു ഭയാനകമാണ്. അത് നാം ചിട്ടപ്പെടുത്തുന്നതനുസരിച്ചല്ല, നമ്മളുടെ ആഗ്രഹം അനുസരിച്ചല്ല, നാം പ്രതീക്ഷിക്കുന്നതനുസരിച്ചല്ല, നമ്മുടെ ഇഷ്ടമനുസരിച്ച് കടന്നു വരുന്നതല്ല. അല്ലേ? അതെ. നമ്മുടെ അഭിപ്രായം ഒന്നും ചോദിക്കൂല. ഞാൻ വരട്ടെ, ഞാൻ കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കില്ല. അപ്രതീക്ഷിതമായി നമ്മുടെ യാത്രാമധ്യേ എവിടെ വെച്ചോ നമ്മുടെ ജീവനെ പടച്ചറപ്പ് അപഹരിച്ചേക്കാം. ആത്മാവിന് وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت وما تدري نفس ماذا تكسب غدا. നാളെ ഇന്ന പ്രവർത്തനങ്ങളിൽ മുഴുകണമെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുന്നു. നാളെ ന്യൂ ഇയർ ആണ്. ആ ന്യൂ ഇയറിന് ഇന്നതുപോലെ പ്രവർത്തിക്കണം. പുതിയ വർഷം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന ആഹ്ലാദ പരിപാടികളിൽ മുഴുകണം. ഇന്നതുപോലെയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കേണ്ടത്. പ്രതീക്ഷയിലല്ലേ? അതെ, ലോകം മുഴുവൻ പ്രതീക്ഷയിലാണ്. പക്ഷേ അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം വലപ്പാട് ഒരു മരണമുണ്ടായി. മരണത്തിന് മുമ്പത്തെ ദിവസം അണിഞ്ഞൊരുങ്ങി സന്തോഷവാനായി കാണപ്പെട്ട അദ്ദേഹം പിറ്റേ ദിവസം പിടഞ്ഞു മരിക്കുന്നു. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അതാണ് മരണം. ഈ ഭൂമിയുടെ ഏത് പ്രദേശത്ത് വെച്ചും മലക്കുൽ മൗത്ത് നിന്നെ പിടികൂടിയേക്കാം. അള്ളാഹുവിന്റെ സമയമായി കഴിഞ്ഞാൽ, അള്ളാഹു ഓർമ്മയിട്ട് കഴിഞ്ഞാൽ മലക്കുൽ മൗത്ത് ഒരിക്കലും പിന്തിപ്പിക്കുകയില്ല. നിനക്കറിയില്ല എവിടെ വെച്ചാണ് നിന്റെ ആത്മാവിനെ അപഹരിക്കുക എന്ന്. അതുകൊണ്ട് എന്ത് വേണം? ജീവിതം നന്നാക്കണം. അടിച്ചു പൊളിക്കാനുള്ളതല്ല. ഒരു വർഷം കടന്നുപോയാൽ ആ വർഷത്തെ കുറിച്ച് വിശ്വാസികൾ നൊമ്പരപ്പെടണം, കേൾക്കണം. എങ്ങനെയാണ് എന്നിൽ നിന്നും ഒരു ആയുസ് കടന്നുപോയത്? എന്നെ ഇങ്ങനെ രൂപപ്പെടുത്തിയ പടച്ചറപ്പിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? എന്റെ ഖബറിലേക്ക് വേണ്ടി, എന്റെ പരലോകത്തിന് വേണ്ടി, അവിടുത്തെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. വിശ്വാസികൾ ആഹ്ലാദിക്കേണ്ട സമയമല്ല. നമ്മൾ അറിയണം സഹോദരങ്ങളെ. പലരും ആഘോഷിക്കും, ആഹ്ലാദിക്കും, ആനന്ദിക്കും, സന്തോഷിക്കും. പക്ഷെ വിശ്വാസി അവിടെ എല്ലാം ചിന്തിക്കണം. അവന്റെ ചിന്ത ഉണക്കണം. പടച്ചറപ്പിന്റെ മുൻപിൽ ഞാൻ നിൽക്കേണ്ടവനാണ്. എനിക്ക് എന്ത് ചെയ്തു ഞാൻ നാളേക്ക് വേണ്ടി? ഈ ഹൃദയമിടിപ്പ് തന്നെ നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാതോർക്കുക നാം ആ വാക്കുകളെ. ഏ മനുഷ്യ, നിന്റെ ഹൃദയമിടിപ്പ് നിന്നോട് വിളിച്ചു പറയുന്നു, നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നൽ ഹയാത്ത ദഖായിഖും വസബാനി. നിന്റെ ഐഹിക ജീവിതമുണ്ടല്ലോ, അത് വെറും മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണ് എന്ന് നമ്മുടെ ഹൃദയമിടിപ്പ് നമ്മോട് വിളിച്ചു പറയുന്നു. കാതോർക്കുന്നില്ല, നമ്മൾ കേൾക്കുന്നില്ല, ചെവി കൊടുക്കുന്നില്ല, നമ്മൾ ചിന്തിക്കാൻ നേരല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, നമുക്ക് ആയുസ് ലഭിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ ആയുസ്സിനെ ഉപയോഗപ്രദമാക്കി തീർക്കുന്നവരാണ് ഏറ്റവും ഉത്തമൻ. മൻ ത്വല ഉംറുഹു വഹസന അമലുഹു. ആർക്കാണോ ദീർഘായുസ് ലഭിച്ചവൻ, അവൻ ആ ദീർഘായുസിലൂടെ സൽപ്രവൃത്തികൾ, സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ് ഏറ്റവും ഉത്തമൻ. ഏറ്റവും ദുഷിച്ചവൻ ആരാണ്? ജനങ്ങളിൽ മോശപ്പെട്ടവൻ ആരാണ് എന്ന ചോദ്യത്തിന് പ്രവാചകർ പറഞ്ഞു, ദീർഘായുസ് ലഭിക്കുകയും കർമ്മങ്ങൾ ദുഷിച്ചതാക്കുകയും ചെയ്തവൻ,
മോശമായ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരാണ് ഏറ്റവും മോശക്കാരൻ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എപ്പോഴും ചിന്തിക്കുക, അള്ളാഹു നമുക്ക് നൽകുന്ന ആയുസ്സിനെ ഉപകാരപ്രദമാക്കി തീർക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇതെപ്പോഴും ഈ ഹൃദയമിടിപ്പ് നിലച്ചു പോയേക്കാം. എന്റെ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടേണ്ടവനാണ്, അവനോട് നാം ഉത്തരം പറയേണ്ടതാണ്. ലാ യസാലു ഖദമ ഇബ്നു ആദം യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ആദം സന്തതിയുടെ ഒരു കാൽപാദം പോലും മുന്നോട്ട് വെക്കില്ല. അവന്റെ ആയുസ്സിനെ കുറിച്ച്, അവന്റെ ചെയ്തികളെ കുറിച്ച്, അവന് ലഭിച്ചതിനെ കുറിച്ച്, ചെലവാക്കിയതിനെ കുറിച്ചെല്ലാം ചോദ്യമുണ്ടാകും. അതുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിതം നയിക്കുക, അടിച്ചു വിളിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കൾ അനുസരിച്ച് ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള സർവ്വ പാപങ്ങളും കരുണാവാരിധിയായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പ് നൽകട്ടെ. നമ്മിൽ നിന്ന് വിശ്വാസത്തോടുകൂടി പിരിഞ്ഞുപോയ എല്ലാ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ രോഗികളായിട്ടുള്ള അവരുടെ രോഗങ്ങൾക്കെല്ലാം അല്ലാഹു എളുപ്പത്തിൽ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹായ സന്താനങ്ങളെ നൽകി അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين.